കണക്കിന് മുല്ലപ്പൂ വിറ്റാൽ ഇനി 2000 രൂപ പിഴ. തൃശൂർ നഗരത്തിൽ മുല്ലപ്പൂ മുഴം കണക്കാക്കി വിറ്റതിന് പിഴ ഈടാക്കി ലീഗൽ മെട്രോളജി വിഭാഗം. തൃശൂർ സ്വദേശി വെങ്കിടാചലം നൽകിയ പരാതിയിലാണ് നടപടി. പൂക്കടകളിൽ ഉൾപ്പെടെ മുഴം കണക്കാക്കി മുല്ലപ്പൂ വിൽക്കുന്നത് പതിവാണ്. എന്നാൽ ഇനി മുതൽ ഒരു മുഴം പൂവെന്ന് ചോദിച്ചാൽ ലഭിക്കുക മീറ്റർ കണക്കിനായിരിക്കും. തൃശൂർ നഗരത്തിലെ പൂക്കടകളിലെ മുഴം കണക്കിന് തടയിട്ടത് വെങ്കിടാചലം നൽകിയ പരാതിയിലാണ്. മുഴം കണക്കിന് പൂവിൽപ്പന നടത്തുന്നത് അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. മുഴം കണക്കാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വെങ്കിടാചലം പറയുന്നത്. മുഴക്കണക്കിന് പൂവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കും. 2000 രൂപ വെച്ച് പിഴ ഈടാക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് തന്നിരുന്നത്. പിന്നും അത് വിശദമായിട്ടുള്ളൊരു വിവരാശ മറുപടിയിൽ അവർ ഈ തൃശ്ശൂരിൽ ഇതിനെതിരെ നടപടിയെടുക്കാനായിട്ട് ബാധ്യതപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്. മാത്രമല്ല പൂ വിൽക്കുമ്പോൾ കിലോഗ്രാമിനും വിൽക്കാം, ഗ്രാമിനും വിൽക്കാം, സെൻറ്റിമീറ്ററിലും വിൽക്കാം, മീറ്ററിലും വിൽക്കാം എന്നൊക്കെയാണ് ഇവർ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് തന്നെ കുറേ പേര് വിളിച്ചു. എന്നിട്ട് അവരൊക്കെ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ഈ സെൻറ്റിമീറ്ററിനോ മീറ്ററിനോ പൂ വിൽക്കണ പരിപാടി ഇല്ല. ഗ്രാം കണക്കിനാണ് ഈ ഹോൾസെയിലുകാർ റിട്ടെയിലുകാർക്ക് പൂ വിൽക്കണേ. അതുകൊണ്ട് റിട്ടെയിലുകാരും ജനങ്ങൾക്ക് ഗ്രാം കണക്കിനെ വിൽക്കാവൂ എന്നുള്ളൊരു ചട്ടമാണ് പല സംസ്ഥാനങ്ങളും നിലനിൽക്കണേ. പരാതിയിന്മേൽ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ തൃശൂർ കിഴക്കേക്കോട്ടയിലെ പൂക്കടയ്ക്ക് 2000 രൂപ പിഴ ഈടാക്കി. മുഴം എന്നത് അളവുകോൽ അല്ലെന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ വിശദീകരണം. മുല്ലപ്പൂ മാലയാണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ എന്നിവയും പൂക്കളാണെങ്കിൽ ഗ്രാം, കിലോഗ്രാം എന്നിവയാണ് അളവ് മാനദണ്ഡം. പരിശോധന കർശനമാക്കിയതോടെ വിൽപ്പനയ്ക്കായി സ്കെയിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് തൃശൂരിലെ പൂക്കച്ചവടക്കാർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.